നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പറപ്പൂക്കര പഞ്ചായത്ത് വാർഷിക പദ്ധതി വികസന സെമിനാർ നടത്തി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി 9 മുതൽ 15 വരെ വിവിധ ക്ഷേത്രാചാര ചടങ്ങുകളോടെയും കലാപരിപാടികളോടും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര സഹൃദയ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടുകൈ വനമേഖലയിലെ തേനെട്ടാം പാറയിൽ നിന്ന് 600 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പറപ്പൂക്കര പഞ്ചായത്ത് വാർഷിക വികസന പദ്ധതി സെമിനാർ നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കാർത്തിക ജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ KC പ്രദീപ്, PT കിഷോർ, TR ലാലു, KK രാമകൃഷ്ണൻ, R ഉണ്ണികൃഷ്ണൻ, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, രാംദാസ് വയലൂർ, കരട് പദ്ധതി രേഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ KK സത്യൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ സംസാരിച്ചു. ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള ഭരണസമിതിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അതോടൊപ്പം ഇവിടെ നമ്മളൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകളാവും, അതിന് പ്രവർത്തകരൊക്കെ ആവും. തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധിയാണ്. പ്രത്യേകമായ വികസനം ഉത്തരവാദിത്വമാണെന്നുള്ളതുകൊണ്ട് അതൊക്കെ അവര്. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി 9 മുതൽ 15 വരെ വിവിധ ക്ഷേത്രാചാര ചടങ്ങുകളോടെയും കലാപരിപാടികളോടും കൂടി നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 9 വൈകിട്ട് ശുദ്ധികലശം, നൃത്തനൃത്യങ്ങൾ, 10 രാവിലെ യോഗീശ്വര പൂജ, വൈകിട്ട് 7:15 കൊടിയേറ്റം, തിരുവാതിരക്കളി, നൃത്തസന്ധ്യ, 11 രാവിലെ ഉത്സവബലി, വൈകിട്ട് 7 തിരുവാതിരക്കളി എന്നിവയുണ്ടാകും. ഫെബ്രുവരി 12 സംഗീത സന്ധ്യ, തിരുവാതിരക്കളി, ഫെബ്രുവരി 13 വീണ കച്ചേരി, ഭജൻ സന്ധ്യ. പള്ളിവേട്ട ദിവസമായ ഫെബ്രുവരി 14 രാവിലെ 9:30 പഞ്ചാരിമേളം, വൈകിട്ട് 6 ദീപക്കാഴ്ച, രാത്രി 7 തായമ്പക, 9 പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, രാത്രി 12:30 പാണ്ടിമേളം, ഫെബ്രുവരി 15 രാവിലെ 9 ആറാട്ടിന് എഴുന്നള്ളിപ്പ്, കൊടിക്കൽപ്പറ, കൊടിയിറക്കം, ആറാട്ടുബലി, അന്നദാനം എന്നിവയുണ്ടാകും. ക്ഷേത്രത്തിൽ ഏപ്രിൽ 13 നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മുറജപം, ദ്രവ്യകലശം എന്നിവയും നടത്തപ്പെടും. ക്ഷേത്രം ഭാരവാഹികളായ NV പ്രസാദ്, NV കൃഷ്ണൻ, NS മഹാദേവൻ, രാംദാസ് വയലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ അമ്പലം 150 വർഷത്തിലേറെ പഴക്കമുള്ള നന്ദിനി നദിയുടെ തീരത്തുള്ള പുരാതന മഹാവിഷ്ണു ക്ഷേത്രമാണ്. വളരെ നല്ല രീതിയിൽ ജനകീയ കമ്മിറ്റികളെ പ്രതിനിധാനം കൊണ്ടുള്ള നടത്തുന്ന ക്ഷേത്രമാണ്. നെല്ലായി കുന്തും സുനിൽ നെല്ലായി സംവിധാനം ചെയ്യുന്ന ഡാൻസ് പ്രോഗ്രാം 10-ാം തീയതി പഞ്ചമി വിനോദ് അവരുടെ ഡാൻസ് പ്രോഗ്രാം. ഇവരൊക്കെ കലാക്ഷേത്രം അതുപോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ചു വന്ന ആളുകളാണ്. അതുപോലെ തന്നെ പള്ളിവേട്ട നാളിൽ വൈകുന്നേരം എല്ലാ വർഷവും നമ്മളവിടെ ദീപക്കാഴ്ച നടത്തും. അമ്പലത്തിൻ്റെ ഗേറ്റ് മുതൽ പള്ളിവേട്ട ആല് വരെ നിലവിളക്ക് കൊളുത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കേരള അസോസിയേഷൻ ഫോർ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് തൃശൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ജീവിത നിലവാരം ഉയർത്തലും വാർദ്ധക്യക്ഷേമത്തിനുള്ള സമീപനങ്ങളും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ റെസൊണൻസ് 2025 സംഘടിപ്പിച്ചു.
സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങരിയാടൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കിടയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യമെന്ന വിഷയത്തിൽ ബംഗളൂരു നിംഹാൻസിലെ പ്രൊഫസറായ ഡോക്ടർ സോജൻ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ സർവകലാശാല ഡീനായ പ്രൊഫസർ KS ഷാജി വയോജന പരിചരണ ക്ഷേമം മെച്ചപ്പെടുത്താൻ ഗവേഷണവും പരിശീലനവും സംയോജിപ്പിക്കൽ എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണം നടത്തി. തുടർന്ന് വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഗവേഷകരും 20ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി, ആർട്സ് വിഭാഗം ഡീൻ പ്രൊഫസർ സനിൽ രാജ് J, KAPS പ്രസിഡന്റ് ലിയോ രാജൻ, MSW ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ മിസ് ആൽബിയ മേരി ജോർജ്, മിസ് ഡെലിയ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആര്യ KA എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ചും കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ചും നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളെ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചു നടത്തിയ മത്സരത്തിൽ മൂന്നുമുറി സ്വദേശി രാജേഷ് അശോകൻ 1ാം സ്ഥാനവും, കൊടകര മനക്കുളങ്ങര സ്വദേശി സിനറ്റ് സേവ്യർ 2ാം സ്ഥാനവും, തൃശൂർ പുല്ലഴി സ്വദേശി എൽവിൻ ആന്റണി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പുത്തുക്കാവ് താലപ്പൊലിയോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ചുങ്കാൽ സ്വദേശി സുരേഷ് ഐശ്വര്യ 1ാം സ്ഥാനവും, കൊടകര സ്വദേശി VN സനീഷ് 2ാം സ്ഥാനവും, കനകമല സ്വദേശി KB അഭിഷേക് 3ാം സ്ഥാനവും നേടി. പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരായ സജീവ് വസതനിയും സുരേഷ് കീഴ്ത്താണിയും അടങ്ങുന്ന ജൂറിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. വിജയികൾക്ക് ഫെബ്രുവരി 16-ാം തീയതി കൊടകര ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രസാദ്, സെക്രട്ടറി TG അജോ, ഖജാൻജി ഡിനോക് കൈനാടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര പ്രസ് ക്ലബ്ബ് കൊടകര ഫൊറോന പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചും കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ചും ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടിയുടെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ. ഒപ്പം തന്നെ ഈ വിജയികൾക്ക് ഫെബ്രുവരി 16-ാം തീയതി ഞായറാഴ്ച കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും അതുപോലെ തന്നെ പുതുക്കാട് MLA KK രാമേന്ദ്രൻ രണ്ടുപേരും ചേർന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അമ്പിളി സോമൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വിജയികൾക്ക് അവാർഡുകൾ നൽകുകയാണ്. പുത്തുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് സുരേഷ് ഐശ്വര്യ, ചുങ്കാല് മറ്റത്തൂർ ഉള്ള ആൾക്കാണ്. സെക്കൻഡ് കിട്ടിയത് VN സനീഷ് വലിയപുരയ്ക്കൽ, കൊടകര സ്വദേശിയാണ്. അതുപോലെ തന്നെ കൊടകര കനാമല സ്വദേശി അഭിഷേകിനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. കൊടകര ഫൊറോന പള്ളിയിലെ തിരുനാളിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് രാജേഷ് അശോകൻ 3 മുറി. അതുപോലെ തന്നെ സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് സിനറ്റ് സേവ്യർ പള്ളിപ്പാടൻ ഹൗസ് മനക്കുളങ്ങര പുത്തുകാവ്. തേർഡ് കിട്ടിയിട്ടുള്ളത് എൽവിൻ ആന്റണി മനോജ് കാഞ്ഞിരത്തിങ്കൽ ഹൗസ് ഒളരിക്കര പുല്ലഴി. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടുകൈ വനമേഖലയിലെ തേനെട്ടാം പാറയിൽ നിന്ന് 600 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവ കണ്ടെത്തി നശിപ്പിച്ചത്. മലയോര പ്രദേശത്ത് വിവിധ ഉത്സവാഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് 1500 രൂപ നിരക്കിൽ വിവിധ വാറ്റുകാർ കൊടുക്കുന്നതായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചത്. ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ്, ചായ്പൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് ദാസ്, അനീഷ് ചന്ദ്രൻ, മുഹമ്മദ് ഷാൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കൊടകരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി പിഴയടപ്പിച്ചു.
കൊടകര ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ പാടത്തിനോട് ചേർന്ന ആളൊഴിഞ്ഞ പറമ്പിൽ ജനൽക്കട്ടനായി ഉപയോഗിക്കുന്ന ബ്ലൈൻഡ്സിന്റെ മാലിന്യങ്ങൾ തള്ളിയവരെ കണ്ടെത്തിയാണ് 10,000 രൂപ പിഴ ചുമത്തുകയും നിക്ഷേപിച്ചവരെ കൊണ്ടുതന്നെ നീക്കം ചെയ്യിക്കുകയും ചെയ്തത്. കൊടകര പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും ലഭിച്ച പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ തൃശൂരിലെ ഒരു കർട്ടൻ ഷോപ്പിൽ നിന്നുള്ള മാലിന്യമാണെന്ന് കണ്ടെത്തി. തുടർന്ന് പിഴ ചുമത്തുകയും മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. മണ്ണമ്പേട്ടയിൽ സൈക്കിൾ കാനയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മണ്ണമ്പേട്ടയിൽ ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് മാറുന്നതിനിടെ സൈക്കിൾ കാനയിലേക്ക് വീണ് സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മണ്ണമ്പേട്ട കൊളുത്തൂപ്പറമ്പിൽ ധനീഷിന്റെ മക്കളായ 12 വയസ്സുള്ള ചിന്മയ, 7 വയസ്സുള്ള ആരവ് എന്നിവർക്കാണ് പരിക്ക്. നിസ്സാര പരിക്കേറ്റ 2 പേരെയും മണ്ണമ്പേട്ടയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. വെള്ളിയാഴ്ച രാവിലെ 8:15 മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിലാണ് അപകടം. ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വന്നിരുന്ന കുട്ടികൾക്ക് നേരെ ടിപ്പർ ലോറി പാഞ്ഞു വരികയായിരുന്നു. നിർമ്മാണം നടക്കുന്ന റോഡിൽ ലോറി വരുന്നത് കണ്ട് ഭയന്ന കുട്ടികൾ ഒഴിഞ്ഞു മാറുന്നതിനിടെ കോൺക്രീറ്റ് കാനയിലേക്ക് വീണാണ് പരിക്ക്. ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് കണ്ടിട്ടും ലോറി നിർത്താതെ പോയതായി നാട്ടുകാർ പറഞ്ഞു. ഈ റോഡിൽ ടിപ്പർ ലോറികൾ അമിത വേഗതയിൽ പോകുന്നത് നിയന്ത്രിക്കണമെന്നും പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി നഗരസഭ ചെയർമാനായി സ്ഥാനമേറ്റ ഷിബു വാലപ്പന് ആദ്യ സ്വീകരണമൊരുക്കി ചാലക്കുടി പ്രസ് ഫോറം. സ്ഥാനമേറ്റ് അരമണിക്കൂറിനുള്ളിൽ പ്രസ് ഫോറത്തിൽ വെച്ച് നൽകിയ സ്വീകരണ യോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു, ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ടൌൺ ഇമാം ഹാജി ഹുസൈൻ ബാഗവി, N. കുമാരൻ, മുൻ ചെയർമാൻ VO പൈലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു S. ചെറിയത്ത്, പ്രീതി ബാബു, ആനി പോൾ, കൌൺസിലർ റോസി ലാസർ, കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര, KV പോൾ, S. ശ്രീദേവി, ജിജി ജോൺസൺ, ജിതി രാജൻ, ലിബി ഷാജി, സുധ ഭാസ്കരൻ, തോമസ് മാളിയേക്കൽ, സൌമ്യ വിനേഷ്, ബ്ലോക്ക് മെമ്പർ ലീന ഡേവിസ്, പ്രസ് ഫോറം സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കൃഷ്ണന്ദു ശിവദാസ്, മുൻ പ്രസിഡന്റുമാരായ KN വേണു, ലാലുമോൻ ചാലക്കുടി, KK ഷാലി, അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, അഡ്വക്കേറ്റ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, വിൽസൺ മേച്ചേരി, മധു ചിറക്കൽ, തോമസ് കോമ്പാറ, MS സദാനന്ദൻ, KB ബിനേഷ്, ലിക്സൺ വർഗീസ്, വിബി സമ്പാളൂർ, ജെനിൽ ജെയ്സൺ, ശ്രീദേവി കയ്യമ്പത്ത്, ജിനു മേച്ചേരി, ആഷിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അത്തരമൊരു പദവി ഔദ്യോഗിക പദവി അല്ലെങ്കിൽ പോലും ഒരു ഭരണസമിതിയെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ, രാഷ്ട്രീയമായി ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് ആവശ്യമായിട്ടുള്ള സഹകരണവും ഒക്കെ നൽകുന്നതിനാണ് ഒരു പാർലമെന്ററി പാർട്ടി എന്നുള്ള ഒരു ഉത്തരവാദിത്വം നൽകുന്നത്. തീർച്ചയായും അത് മറ്റൊരു ഔദ്യോഗിക ഉത്തരവാദിത്തത്തെക്കാൾ, പദവിയേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്തമായി, വലിയ ഒരു അംഗീകാരമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ 24 വർഷമായി ഷിബു വാലപ്പൻ ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ പദവിയൊന്നും കൊടുത്തില്ല, കിട്ടിയില്ല, നൽകിയില്ല, ആരെങ്കിലും അതിനൊക്കെ തടസ്സമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്തം എൻ്റെ പാർട്ടിയും എൻ്റെ പ്രസ്ഥാനവും ആ കാലഘട്ടത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ ആദ്യം ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്. മറ്റൊന്ന്, ചാലക്കുടിയുടെ പ്രവർത്തന മേഖലകളിലെല്ലാം കുറ്റങ്ങൾ, കുറവുകൾ കണ്ടെത്തുന്നതിനും ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് ഞങ്ങൾ പത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വേദിയിൽ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളെല്ലാവരും അവിടെ സംബന്ധിച്ചതാണ്. ഒപ്പം തന്നെ ആദ്യത്തെ അദ്ദേഹത്തിനുള്ള ഒരു ആദരവ് ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം തന്നെ ഷിബുച്ചേട്ടനെ കുറിച്ച് വളരെ ചുരുക്കി പറയണമെന്ന് ആള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൂടി 1-2 വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു വിഷമമായി പോകും. കാരണം ഞാൻ വെള്ളാഞ്ചിറയില് BR-പുരം കമ്മ്യൂണിറ്റി ഹാളിലാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,930 രൂപ, പവന് 63,440 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. പറപ്പൂക്കര പഞ്ചായത്ത് വാർഷിക പദ്ധതി വികസന സെമിനാർ നടത്തി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി 9 മുതൽ 15 വരെ വിവിധ ക്ഷേത്രാചാര ചടങ്ങുകളോടെയും കലാപരിപാടികളോടും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര സഹൃദയ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടുകൈ വനമേഖലയിലെ തേനെട്ടാം പാറയിൽ നിന്ന് 600 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.